ആദ്യം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിന്ന് തന്നെ തുടങ്ങാം. ദേവസ്വം മുൻ ബോർഡ് അഡ്മിനിസ്ട്രേറ്റീവ് മുരാരി ബാബു കസ്റ്റഡിയിലാണ്. അദ്ദേഹത്തെ പെരുന്നയിലെ വീട്ടിൽ നിന്നാണ് ഇന്നലെ രാത്രി SIT കസ്റ്റഡിയിലെടുത്തത്. മുരാരി ബാബുവിനെ വളരെ വിശദമായി തന്നെ SIT ചോദ്യം ചെയ്യും. ദ്വാരപാലക ശില്പം ചെമ്പ് തകിടെന്ന് ആദ്യം രേഖപ്പെടുത്തിയത് മുരാരി ബാബുവാണ്. തിരുവനന്തപുരത്ത് നിന്ന് സിജോ വി ജോൺ, ക്രൈംബ്രാഞ്ച് ഓഫീസിന് മുന്നിലാണ് സിജോ വി ജോൺ ഉള്ളത്. സിജോ, വളരെ നിർണായകമായ നീക്കമാണ് കേസിൽ SITയുടെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. ഈ മുരാരി ബാബു ചെമ്പ് തകിടെന്ന് ദേവസ്വം ഹസറിൽ രേഖപ്പെടുത്തി, അതിനുശേഷമാണ് ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ വരുന്നത്. അപ്പോൾ അവിടെ തന്നെയാണ് ആദ്യത്തെ ഒരു അട്ടിമറി, സ്ഥിരീകരിക്കാനാകുന്ന ഒരു അട്ടിമറി ഉണ്ടായിരിക്കുന്നതും. സ്വാഭാവികമായിട്ടും മുരാരി ബാബു ഈ കേസിലെ വളരെ നിർണായകമായ ഒരു കണ്ണിയാണെന്ന് തന്നെ മനസ്സിലാക്കാം. അപ്പോൾ ചോദ്യം ചെയ്യലും അത്രത്തോളം നിർണായകമാണ്. എന്തൊക്കെ വിവരങ്ങൾ മുരാരി ബാബുവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു SIT? ജിൽസി പറഞ്ഞതുപോലെ തന്നെ ഈ സ്വർണ്ണക്കൊള്ളയുടെ അട്ടിമറി തുടങ്ങുന്നത് ഇയാളിൽ നിന്നാണ്. ഇയാളാണ് ഈ സ്വർണ്ണപ്പാളിയിൽ ചെമ്പ് എന്ന് ആദ്യം രേഖപ്പെടുത്തുന്നത്. ഇനി മുരാരി ബാബുവിൽ നിന്ന് അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത് ഇതിൽ ആരുടെയൊക്കെ സഹായം ലഭിച്ചിട്ടുണ്ട്, ഏതൊക്കെ ഉദ്യോഗസ്ഥരാണ് ഇതിന് കൂട്ടുനിന്നിട്ടുള്ളത് എന്നുള്ളതാണ്. ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ട് പ്രകാരം 9 ഉദ്യോഗസ്ഥരെയാണ് 2 കേസുകളിൽ പ്രതിയേർക്കപ്പെട്ടിരിക്കുന്നത്. അത് അവരുടെ വീഴ്ച ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് SIT ഇവരെ പ്രതികളാക്കിക്കൊണ്ട് തുടർ നടപടികളുമായി മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഇനി ഇതിൽ അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഏതൊക്കെ ഉദ്യോഗസ്ഥർ കൃത്യമായി ഇതിന് സഹായം ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അറിയുന്നത്. അത് പ്രാഥമികഘട്ട ചോദ്യം ചെയ്യലിലൂടെ ആ കാര്യത്തിൽ ഒരു വ്യക്തത വരുമെന്നുള്ളതാണ് അവൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഇയാളും തമ്മിൽ ഇത്തരത്തിൽ സ്വർണ്ണക്കൊള്ള നടത്തുന്നതിന് എത്ര നാളായി ഗൂഢാലോചന നടത്തിയിട്ടുണ്ട്, ഏത് തരത്തിലാണ് അത്തരം ഗൂഢാലോചനകൾ നടത്തിയിട്ടുള്ള വിവരങ്ങൾ അറിയേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നേരത്തെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയിരിക്കുന്ന ഒരു മൊഴി എന്ന് പറയുന്നത് താൻ പ്രത്യുപകാരമായി ഉദ്യോഗസ്ഥർക്ക് പല കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സഹായങ്ങൾ ഇതിൽ നിന്ന് ലഭ്യമായിട്ടുണ്ടോ, സാമ്പത്തികപരമായ നേട്ടം ഇയാൾക്ക് ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇപ്പോൾ പ്രാഥമികമായ ചോദ്യം ചെയ്യൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. SP ശശീന്ദ്രന്റെ നേതൃത്വത്തിൽ അദ്ദേഹം 7:30 തന്നെ ഇവിടെ എത്തി. അദ്ദേഹം പ്രാഥമിക ചോദ്യം ചെയ്യൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒറ്റയ്ക്ക് എത്തിയാണ് ചോദ്യം ചെയ്യുന്നത്. അതിനുശേഷം മുരാരി ബാബുവുമായി ഒരുമിച്ച് 2 പേരെയും കൂടി ഇരുത്തി ചോദ്യം ചെയ്യൽ നടപടികളിലേക്ക് പോകും. അപ്പോൾ വളരെ വേഗത്തിൽ തന്നെ ഇതിൻ്റെ കൃത്യമായ ഒരു വിവരങ്ങൾ ലഭ്യമാവുകയും ചെയ്യും. ആദ്യഘട്ടം മുതൽ കൃത്യമായ രേഖകൾ ശേഖരിച്ച് മൊഴികൾ എടുത്ത് അത്തരം നടപടികളുമായാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഈ ചോദ്യം ചെയ്യലിൽ പല കാര്യങ്ങളും ചോദിക്കുമ്പോൾ അത് അറിയില്ല, എനിക്ക് വ്യക്തതയില്ല എന്നുള്ളത് കൃത്യമായ ഒന്നും മറുപടി പറഞ്ഞ് ഒഴിയാൻ പറ്റുന്ന ഒരു സാഹചര്യമായിരിക്കില്ല. കാരണം അതിൻ്റെ എല്ലാ രേഖകൾ കളക്ട് ചെയ്ത് മൊഴികൾ അതിനോട് സപ്പോർട്ടീവായിട്ടുള്ള കാര്യങ്ങൾ ചേർത്താണ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ നടപടികളിലേക്ക് പോകുന്നത്. ഇനി നമുക്ക് കാത്തിട്ട് കാണേണ്ടത് അറസ്റ്റ് ഉണ്ടാകുമോ എന്നുള്ളൊരു കാര്യമാണ്. ഒരുപക്ഷെ ഒന്നെങ്കിൽ അറസ്റ്റിലേക്ക് പോകാം, അതല്ല എന്നുണ്ടെങ്കിൽ പ്രാഥമികമായ ചോദ്യം ചെയ്യലിന് ശേഷം വിട്ടയച്ചതിന് ശേഷം പിന്നെ കൂടുതൽ ചോദ്യം ചെയ്യൽ വീണ്ടും വിളിച്ചു ചേർത്തുക, അറസ്റ്റിലേക്ക് പോവുക എന്നുള്ളതാണ്. എന്തായാലും കൃത്യമായ ഒരു തെളിവുകൾ ലഭിച്ച ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ അറസ്റ്റിലേക്ക് കടക്കാനുള്ളൊരു സാധ്യതയാണ് നിലനിൽക്കുകയും ചെയ്യുന്നത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആരൊക്കെയാണ് ഈ സ്വർണം ചെമ്പാക്കിയ ഉത്തരവിൽ അത് വന്നതിൽ ഇയാൾക്കൊപ്പം കൂടെ നിന്നിട്ടുള്ള എന്നുള്ളതാണ്. 9 ഉദ്യോഗസ്ഥരാണ് അത്തരത്തിൽ പേരുകൾ ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിലുള്ളത്. അക്കാര്യത്തിലെല്ലാം കൂടുതൽ വ്യക്തത വരുന്നതിന്റെ ഭാഗമായാണ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യൽ ആരംഭിച്ചിരിക്കുന്നത്. ഇന്നലെ രാത്രി 10 മണിയോടെയാണ് പെരുന്നയിലെ മുരാരി ബാബുവിന്റെ വീട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുക്കുന്നത്. നമ്മളിപ്പോൾ അവരുടെ കുടുംബമുണ്ട്, കുടുംബം കടന്നു പോകുന്നതാണ് ദൃശ്യങ്ങൾ കാണുന്നത്. രാവിലെ ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം ഒരു 1:30 എത്തിക്കുന്നത്. അതിനുശേഷം ഒരു 8 മണിയോടുകൂടി തന്നെ ബന്ധുക്കൾ ഇവിടെ എത്തിയിരുന്നു. കുടുംബം ഇപ്പോൾ മുരാരി ബാബുവിനെ കാണുന്നതിന് വേണ്ടി അകത്തോട്ട് പോവുകയാണ്. എന്തായാലും ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നതെന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. എന്തായാലും നിർണായകമായ വിവരങ്ങൾ, ഈ സ്വർണ്ണക്കൊള്ളയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ അറിയേണ്ടത്, മനസ്സിലാക്കേണ്ടത് മുരാരി ബാബുവിൽ നിന്നാണ്. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യൽ ആരംഭിച്ചിരിക്കുന്നത്. മുരാരി ബാബുവിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. അയാളെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. നേരത്തെയും അദ്ദേഹത്തെ ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ പോറ്റിയെയും അതിനുശേഷം അദ്ദേഹത്തിന്റെ സുഹൃത്തിനെയും ഒക്കെ ചോദ്യം ചെയ്തതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ മുരാരി ബാബുവിനെ വീണ്ടും ചോദ്യം ചെയ്യുന്നത്. തീർച്ചയായും അറസ്റ്റിലേക്ക് പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതിനപ്പുറത്തേക്ക് ആദ്യഘട്ട ചോദ്യം ചെയ്യൽ എന്തുകൊണ്ട് ചെമ്പെന്ന് രേഖപ്പെടുത്തിയെന്ന് ചോദിച്ചപ്പോൾ അത് ബേസിക്കലി ഒരു ചെമ്പ് പാളിയാണല്ലോ, അത് മുകളിലാണല്ലോ സ്വർണം പൂശിയത് എന്നൊരു മറുപടി നൽകി എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ആ മറുപടി കൊണ്ട് അന്വേഷണ സംഘത്തിന്റെ ചോദ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല മുരാരി ബാബുവിന്. കൂടുതൽ സിനിമയിൽ മാമുക്കയോട് ചോദിച്ച പോലെ അല്ലേ, എന്തായിരുന്നു കുറെ കൺഫ്യൂഷൻ ആക്കി, കണ്ണ് കാണാത്ത ആളാണെന്ന് പറഞ്ഞുകൊണ്ട് അല്ലേ. യെസ്, അതുപോലെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്തായാലും കാണാം, ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞൊഴിയാനുള്ള സാവകാശം എന്തായാലും ഇത്തവണ ലഭിക്കില്ല.